മ്യൂട്ട് ഓഫ് ചെയ്യണം എല്ലാരും. ആയിഷ, ഫാത്തിമ, നജീബ, സന, മ്യൂട്ട് ഓഫ് ചെയ്. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് മിസ്സേ. നാഫിയ, ഓക്കെ. നജീബ, ഫാത്തിമ, മൈക്ക് ഓൺ ചെയ്തൊക്കെ. ഓക്കെ മാം. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തേ? അക്കൗണ്ടിങ് മീനിങ്, അക്കൗണ്ടിങ്, ടേംസ് ഓഫ് അക്കൗണ്ടിങ്, ടേംസ് ഓഫ് അക്കൗണ്ടിങ്. ലാബ്, ഏതൊക്കെയാണ് ടേംസ് ഓഫ് അക്കൗണ്ടിങ് ടേംസ്? ഏതൊക്കെ? അസറ്റ്, അസറ്റ്സ്, ലയബിലിറ്റി, ഇൻകം, ലയബിലിറ്റീസ്, പർച്ചേസ്, സെയിൽ, ഡ്രോയിങ്സ്, ഡ്രോയിങ്സ്, സ്റ്റോക്ക്, ഇൻകം, എക്സ്പെൻസ്, ഉം, പർച്ചേസ്, സെയിൽ, പർച്ചേസ്, സ്റ്റോക്ക്, സെയിൽസ്, സ്റ്റോക്ക് ഓർ സ്റ്റോക്ക്. ഇൻവെന്ററി. കഴിഞ്ഞോ? നാഫിയ, മൈക്ക് ഓൺ അല്ലല്ലോ. ഓക്കെ, എന്താണ് ക്യാപിറ്റല്? നജീബ് പറഞ്ഞോട്ടെ, എന്താ ക്യാപിറ്റല്? മീനിങ് ആണ് പറയണ്ടേ? മീനിങ് എന്താണ് ജസ്റ്റ് ക്യാപിറ്റലിന്റെ മലയാളം മീനിങ് അല്ല, ജസ്റ്റ് എന്താണ് ഒരു എക്സ്പ്ലനേഷൻ എങ്ങനെ കൊടുക്കുക ക്യാപിറ്റലിന്? ക്യാപിറ്റൽ മലയാളത്തിൽ പറഞ്ഞാൽ മതിയാ? മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഓണർ ക്യാഷ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണ ബിസിനസ്സിൽ ഓണർ ക്യാഷ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണതിനാണ് ക്യാപിറ്റൽ എന്ന് തുടക്കം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബിസിനസ് റൺ ചെയ്യുമ്പോഴോ കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല, റൺ ചെയ്യുന്ന സമയത്തും നമ്മൾ ഓണർക്ക് എന്ത് ചെയ്യാ? ബിസിനസ്സിലേക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിനാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഡ്രോയിങ്സ്, എന്താണ് ഡ്രോയിങ്സ്? ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് ഡ്രോയിങ്സ്? മണി ഓർ ബിസിനസ് ഓണർ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് എടുക്കണ അതിനാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഗുഡ്സ് ഓർ മണി. അത് യെസ്, ഗുഡ്സ് ഓർ മണി രണ്ടും ആവാം കേട്ടോ. ഓണർ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ബിസിനസ് ആവശ്യമല്ല, പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഗുഡ്സ് ഓർ മണി വിഡ്രോ, ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. പർച്ചേസ് എന്ന് പറയുന്നത് നമുക്കറിയാം, അക്കൗണ്ടിങ് ടേംസിൽ പർച്ചേസ് എന്ന് പറയും. നമ്മൾ സാധനങ്ങൾ വാങ്ങാം. യെസ്, ബൈയിങ് ഗുഡ്സ്, സെല്ലിങ് ഗുഡ്സ്, അതിന് സെയിൽസ് എന്ന് പറയും. അതുപോലെ തന്നെ ഇൻകം, എക്സ്പെൻസ്. ഇൻകം കാറ്റഗറിയിൽ എന്തൊക്കെ വരും? സെയിൽസ് വരും, പിന്നെ അതേഴ്സ് ഇൻകം, അതർ ഇൻകംസ് ഏതൊക്കെയാണ്? റെന്റ് റിസീവ്ഡ്, സാലറി പെയ്ഡ് അല്ല, കമ്മീഷൻ റിസീവ്ഡ്, പിന്നെ എന്തൊക്കെ വരും? ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ബാങ്ക് ഡെപ്പോസിറ്റിന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടൂലേ? ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇതൊക്കെ ഇൻകം കാറ്റഗറിയിൽ വരും. അതുപോലെ തന്നെ എക്സ്പെൻസിൽ മെയിൻ എക്സ്പെൻസ് പർച്ചേസ്, പിന്നെ സാലറി കൊടുക്കുക, സാലറി കൊടുക്കുന്നത്, ബിൽഡിങ്ങിന്റെ റെന്റ്, കമ്മീഷൻ പെയ്ഡ്, യെസ്, പിന്നെ ഇൻട്രസ്റ്റ് പെയ്ഡ്, ഇതൊക്കെ എക്സ്പെൻസിന്റെ കാറ്റഗറിയിൽ വരും. പിന്നെ നമ്മൾ അസറ്റ്സ് തന്നെ രണ്ട് കാറ്റഗറി പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫിക്സഡ് അസറ്റും ഫിക്സഡ് അസറ്റ്സ്, കറന്റ് അസറ്റ്സ്. എന്താണ് ഫിക്സഡ് അസറ്റ്സ്? ലോങ് ടൈം, ബിസിനസിന് വേണ്ടി ലോങ് പീരീഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ബിസിനസ് ഫോർ ലോങ് ടൈം.
കറന്റ് അസറ്റ്സോ Converted into 1 year. and that can be ക്യാഷിലേക്ക് converted കൺവേർട്ട് ചെയ്യാൻ Within പറ്റുന്ന 1 year. in 1 year. Converted into cash within യെസ് 1 year. Within 1 കറന്റ് അസറ്റ്സ് ആർ ദ അസറ്റ്സ് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഷോർട്ട് one പീരിയഡ് year. യെസ് വിത്തിൻ എ 1 ഇയർ. പിന്നെന്താണ് പഠിച്ചത്? ലാബിലിറ്റി അല്ലെ. ലോങ് ടേം ലാബിലിറ്റി ഉണ്ട്, ഷോർട്ട് ടേം ലാബിലിറ്റി ഉണ്ട്. ലോങ് ടേം ലാബിലിറ്റിയിൽ നമ്മൾ ലോങ് ടേം ലോൺസ് ഒക്കെ പറഞ്ഞു. പിന്നെ വേറെന്താണ് പറഞ്ഞത്? Stock. വേറെ സ്റ്റോക്ക് ഓർ ഇൻവെന്ററി. എന്താണ് സ്റ്റോക്ക്? എന്നുള്ള മീനിങ് പറഞ്ഞു സ്റ്റോക്കിന്റെ. Goods Yes. available for sale in a business. യെസ് കറക്റ്റ്. അതായത് വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങി നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഗുഡ്സിന് പറയുന്നതാണ് എന്ത്? ഗുഡ്സ് ഓർ ഇൻവെന്ററി. സ്റ്റോക്ക് ഓർ ഇൻവെന്ററി അല്ലെ. പിന്നെ വേറെ ഏതെങ്കിലും ടേം ഡിസ്കസ് ചെയ്തില്ലല്ലോ. ഇല്ല. ഡെപ്റ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് വന്നില്ലേ? പറഞ്ഞിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഇന്നലെ പറഞ്ഞു വെച്ചിരുന്നില്ലേ? ജസ്റ്റ് എന്താണ് ഡെപ്റ്റേഴ്സ്, എന്താണ് ക്രെഡിറ്റേഴ്സ്, എന്താണ് ഡെപ്റ്റർ? ഡെപ്റ്റ് ബിസിനസ്സിലേക്ക് കടം വാങ്ങും. നമുക്ക് പൈസ ബിസിനസ്സിലേക്ക് യെസ് ക്യാഷ് തരാനില്ല ആൾക്കാരല്ലേ, കടം ആ. ഇങ്ങോട്ടേക്ക് Cash or goods. ക്യാഷ് തരാം. അതെങ്ങനെ വരാ? സാധനങ്ങള് കടത്തിന് വാങ്ങിയിട്ട് അതെ, കസ്റ്റമേഴ്സ് കടത്തിന് സാധനം വാങ്ങുന്ന സമയത്ത് ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ടാകുന്ന സമയത്താണ്. ക്രെഡിറ്റ് പർച്ചേസ് മീൻസ് അവരുടെ ഭാഗത്തുനിന്ന് ക്രെഡിറ്റ് പർച്ചേസ്, നമ്മുടെ ഭാഗത്തുനിന്ന് ഏതാണ്? ക്രെഡിറ്റ് സെയിൽ അല്ലേ. ബിസിനസിന്റെ സൈഡിൽ നിന്ന് ക്രെഡിറ്റ് സെയിൽ ഉള്ള സമയത്താണ് എന്തുണ്ടാവുന്നത്? ഡെപ്റ്റേഴ്സ് ഉണ്ടാവുന്നത്. ഇപ്പോ നജീബ അല്ലെങ്കിൽ സിനാന് ഒരു ബിസിനസ് നടത്തി കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ സിനാന്റെ ഷോപ്പിൽ നിന്ന് നജീബ കടത്തിന് എന്ത് വാങ്ങിച്ചു? കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോ നജീബ എന്ന് പറയുന്നത് സിനാന്റെ എന്താണ്? ഡെപ്റ്റർ ആണോ ക്രെഡിറ്റർ ആണോ? Debt. ഡെപ്റ്റർ. ഓക്കെ, ക്യാഷ് ബിസിനസ്സിലേക്ക് തരാനുള്ള ആളാണ് ഡെപ്റ്റർ. ഇനി സിനാന് പുറത്തുനിന്ന് സാധനങ്ങൾ കടത്തിന് വാങ്ങിച്ചു. അപ്പൊ അങ്ങോട്ട് ക്യാഷ് കൊടുക്കണം അല്ലെ. ക്രെഡിറ്റ് പർച്ചേസ്, നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുള്ളവരെ പറയുന്നതാണ് ക്രെഡിറ്റർ. എ ബി സി ട്രേഡേഴ്സിന്റെ അടുത്ത് നിന്ന് നമ്മൾ കടത്തിന് സാധനങ്ങൾ വാങ്ങിച്ചു, ക്രെഡിറ്റ് പർച്ചേസ് നടന്നു. ഇപ്പോൾ എ ബി സി ട്രേഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റർ ആണ് അല്ലെ. നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുള്ള പാർട്ടിക്ക് പറയുന്നതാണ് ക്രെഡിറ്റർ. ഇത്രയും ടേംസ് മനസ്സിലാക്കി വെക്കാം. പിന്നെ പ്രോഫിറ്റ് ലോസ്. എന്താണ് പ്രോഫിറ്റ് ലോസ്? ഇല്ല. മീനിങ് അറിയാലേ നമുക്ക്? പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലാഭം. yes, ലാഭം. ബിസിനസിന്റെ ലാഭത്തിന് പറയുന്നതാണ് Profit. പ്രോഫിറ്റ്. നഷ്ടത്തിന് ലോസ് എന്ന് പറയും. നമ്മള് ഓരോ ബിസിനസ് ട്രാൻസാക്ഷൻസ് എടുത്ത് അത് റെക്കോർഡ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും അല്ലെ. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടെത്തും? ബിസിനസ് പ്രോഫിറ്റിലാണോ ലോസിലാണോ റൺ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ്. വീഴല്ലേ പിടിച്ചു നിൽക്കും. യെസ്, ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസാക്ഷൻസ് പണമിടപാടുകൾ. ബിസിനസ് നടക്കുന്ന എല്ലാ പണമിടപാടുകളെയും നമ്മൾ എന്ത് പറയുന്നു? ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് അങ്ങത്തോളം വേണ്ടുന്ന ഒരു ടേമാണ് ട്രാൻസാക്ഷൻസ്. പിന്നെ നമ്മള് അക്കൗണ്ട്സ് പഠിക്കുമ്പോൾ അക്കൗണ്ട്സ് പഠിച്ചവർക്കൊക്കെ അറിയുണ്ടാവും ഡെബിറ്റ് ക്രെഡിറ്റ് കേട്ടിട്ടില്ലേ? എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ്? അറിഞ്ഞിരിക്കേണ്ട മെയിൻ ടേം ആണ് ഡെബിറ്റ് ക്രെഡിറ്റ്. എന്താ ഡെബിറ്റ് ക്രെഡിറ്റ്? അതായത് നമ്മള് കഴിയൂല അവിടെ ഇരിക്കും. ഒരു സിമ്പിൾ ആയിട്ട് ഒരു മീനിങ് കൊടുക്കുകയാണെങ്കിൽ ഈ അവിടെ നമ്മളൊരു ഇരുന്നിട്ട് അവളെ അക്കൗണ്ട് മടിയിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ
ലെഫ്റ്റ് സൈഡില് കാക്കാന്റെ മടിയിലിരുന്നു. നമ്മളൊരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ലെഫ്റ്റ് സൈഡിനെ നമ്മൾ അവിടെ പറയുന്നതാണ് കുപ്പി ഇരിക്കട്ടാ. ഡെബിറ്റ് സൈഡ്. റൈറ്റ് സൈഡ് എന്തായിരിക്കും? ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കേട്ടോ എപ്പോഴും. ഓഫ് ഓക്കെ, എടുക്കണം. ഇപ്പൊ നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഓരോ ട്രാൻസാക്ഷൻ കിട്ടുമ്പോഴും ഓരോ അക്കൗണ്ട് വരും. ഓരോ അക്കൗണ്ട് വരുന്ന സമയത്ത് ഇത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ ചെയ്യേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡെബിറ്റ് ക്രെഡിറ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അക്കൗണ്ടിങ് റൂള് സിമ്പിളായിട്ട് പഠിക്കണം. ഓക്കെ, ഞാനിവിടെ നിങ്ങൾക്ക് മോഡേൺ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് റൂള് ആണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അത് മനസ്സിലാക്കി വെക്കാം. നമുക്കറിയാം അസറ്റ്സ് പഠിച്ചു. അസറ്റ്സ് എന്താണെന്ന് അറിയാം, ലാബിലിറ്റീസ് എന്താണെന്ന് അറിയാം, ക്യാപിറ്റൽ അറിയാം, ഇൻകം അറിയാം, എക്സ്പെൻസ് അറിയാം, ഇല്ലേ? അപ്പൊ നമ്മള് ഈ ഓരോന്നും അസറ്റ്സ്, ലാബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ് ഇത് ബിസിനസ്സിൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? അതുപോലെ തന്നെ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഇതിനെ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? അതായത് റൈറ്റ് സൈഡിൽ എഴുതണോ ലെഫ്റ്റ് സൈഡിൽ എഴുതണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക ഈ അക്കൗണ്ടിങ് റൂള് നോക്കിയിട്ടാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ ഓണർ, അപ്പം രാഹുലാണ് ബിസിനസിന്റെ ഓണർ എന്ന് വിചാരിക്കാം. രാഹുല് ഒരു 10 ലക്ഷം രൂപ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് രാഹുല് 10 ലാക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് എന്താ പറയുന്നത്? എന്താണ് പറയാ? ക്യാപിറ്റൽ അല്ലേ? ബിസിനസ്സിലേക്ക് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് പറയുന്നതാണ് എന്ത്? ക്യാപിറ്റൽ. ക്യാപിറ്റൽ. അപ്പം ക്യാപിറ്റൽ ആയിട്ട് രാഹുല് ഒരു 10 ലാക്ക് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അതെന്തായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഡെബിറ്റ്. ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവരുന്നത് അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് 2 അക്കൗണ്ട് ഉണ്ട്. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, മറ്റൊന്ന് ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, മനസ്സിലാക്കി വെക്കാം. അതുപോലെ തന്നെ രാഹുല് ഒരു 1 ലാക്ക് ബിസിനസ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. SBI ബാങ്കിൽ നിന്ന് ഒരു 1 ലാക്ക് രാഹുൽ എന്ത് ചെയ്തു? ലോൺ എടുത്തു. ഓക്കെ, ക്യാഷ് തികയാത്തതുകൊണ്ട് ലോൺ എടുത്തു. അതിന് നമ്മൾ എന്ത് പറയും? ലാബിലിറ്റീസ് എന്ന് പറയും അല്ലേ? ഈ ലോൺ എടുക്കുന്ന സമയത്ത് 2 അക്കൗണ്ട് വരും. ഒന്ന് ബാങ്ക് ലോണ്, മറ്റൊന്ന് ക്യാഷ്. ക്യാഷ് ആയിട്ടാണ് എടുക്കുന്നത്. ബാങ്ക് ലോൺ എന്ന് പറയുന്നത് നമ്മുടെ ലാബിലിറ്റി. ഓക്കെ, അതുപോലെ തന്നെ ഇനി ബിസിനസ് റൺ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാന്ന് വിചാരിക്കാം. ഡ്രസ്സൊക്കെ വിൽക്കുന്ന സമയത്ത് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിൽക്കുന്നതിന് നമ്മൾ അക്കൗണ്ടിങ് ടേമാണ് എന്ത്? എന്താണ് പറഞ്ഞത്? സെയിൽസ് അല്ലെ? പറഞ്ഞില്ലേ സെയിൽസ്. അപ്പോ നമ്മള് രാഹുല് ടെക്സ്റ്റൈൽ ഷോപ്പ് റൺ ചെയ്ത് കൊണ്ടുപോകാന്ന്. അപ്പോ സെയിൽസ് നടന്നു. സെയിൽസ് നടക്കുന്ന സമയത്ത് ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സെയിൽസ് എന്ന് പറയുന്നത് ഒരു ഇൻകം ആണ് അല്ലെ? ഇപ്പൊ 2 അക്കൗണ്ട് ഇവിടെ വരും. സെയിൽസ് അക്കൗണ്ട്, പിന്നെ ഒന്ന് ക്യാഷ് അക്കൗണ്ട്. ഇനി അവിടെ ഒരു സ്റ്റാഫിനെ നിർത്തിയെന്ന് വിചാരിക്കാം രാഹുല്. ആ സ്റ്റാഫിന് എന്ത് കൊടുക്കണം? മാസം മാസം സാലറി കൊടുക്കണ്ടേ? ഓക്കെ, സാലറി പെയ്ഡ് അതൊരു എക്സ്പെൻസ് ആണ്. ഓക്കെ, സിനാനിപ്പം സ്ക്രീൻ ഷെയറിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ കുറച്ച് തിയറി അത് ഇങ്ങനെ പോട്ടെ. സ്ക്രീൻ ഷെയർ നമുക്ക് പ്രാക്ടിക്കലിലോട്ട് പോകുന്ന സമയത്ത് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ക്ലാസ് എടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് തിയറി ശ്രദ്ധിച്ചാൽ മതി. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നവരെ ക്ലാസ് ഇങ്ങനെ പോട്ടെ. എന്നിട്ട് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ബാക്കി അക്കൗണ്ട്സ് ഒക്കെ അങ്ങനെ പോകും അല്ലേ? ഓക്കെ, അതല്ലേ നല്ലത്? ഇപ്പൊ സ്ക്രീൻ ഷെയറിന്റെ ആവശ്യമില്ല. ഞാൻ നോട്ട്സ് തരുന്നില്ലേ, അത് എഴുതിയെടുത്താൽ മതി നിങ്ങൾ കേട്ടോ. എല്ലാരും മ്യൂട്ട് ചെയ്യുന്നു. നിങ്ങൾ ജസ്റ്റ് ഹെഡിങ് കൊടുക്കുക.
ഹെഡിങ് കൊടുക്കാം. റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് കൊടുക്കാം. എന്നിട്ട് സബ് ഹെഡിങ് 3 കൊടുക്കാം. ഫസ്റ്റ് അക്കൗണ്ട് ടൈപ്പ്, പിന്നെ ഡെബിറ്റ്, പിന്നെ ഒരു ക്രെഡിറ്റ്. അക്കൗണ്ട് ടൈപ്പ്, എന്നിട്ട് നെക്സ്റ്റ് ഹെഡിങ് ഡെബിറ്റ്, നെക്സ്റ്റ് ഹെഡിങ് ക്രെഡിറ്റ്. അങ്ങനെ 3 ഹെഡിങ് കൊടുക്കുക. അക്കൗണ്ട് ടൈപ്പ്, ഡെബിറ്റ്, ക്രെഡിറ്റ്. കൊടുത്തോ? അക്കൗണ്ട് ടൈപ്പിൽ താഴെ എഴുതാം. അസറ്റ്സ്, ലാബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ്. അസറ്റ്സ്, ലാബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? അസറ്റ്സ്, ലാബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ്. കൊടുത്തോ? ഇത് കോൾ ആക്കിയിട്ടാ കൊടുത്തത്. അല്ല, ആ ഒരു ടൈമിലൊന്ന് സ്റ്റെക്ക് ആയി പോയി. അക്കൗണ്ട് കഴിഞ്ഞ് റൂൾസ് ഓഫ് അക്കൗണ്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് നോക്കിക്കോ. എല്ലാവരും ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ഗ്രൂപ്പിൽ ചെക്ക് ചെയ്തോ. അസറ്റ്സ്, ലാബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ്. എന്നിട്ട് അതിന്റെ നേരെ അസറ്റ്സിന്റെ നേരെ ഇതാ ഇൻക്രീസ്, ഡെബിറ്റിന്റെ താഴെ ഇൻക്രീസ്, ക്രെഡിറ്റിന്റെ താഴെ ഡിക്രീസ്. ഇത് ഓരോന്നും ഇതാ എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എഴുതി കഴിഞ്ഞോ? അപ്പൊ ഫസ്റ്റത്തെ നോക്കാം. ഫസ്റ്റത്തെ എന്താണ്? അസറ്റ്സ് അല്ലെ? ഇവിടെ അസറ്റ്സിന്റെ റൂള് പറഞ്ഞിട്ടുള്ളത് ഡെബിറ്റ്, സോറി, അസറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ്, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് മീൻ ചെയ്യുന്നത്. അസറ്റ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. താഴെ നോക്കാം. ലാബിലിറ്റീസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്, ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്, ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്, ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. ഇനി ഫസ്റ്റത്തെ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഫസ്റ്റത്തത് അസറ്റ്സ്.
ഇപ്പോ രാഹുല് ഒരു 50,000 രൂപ കൊടുത്തിട്ട് ബിസിനസ്സിലേക്ക് ഒരു ഫർണിച്ചർ വാങ്ങിച്ചിട്ടു. ഓക്കെ, ഫർണിച്ചർ എന്ന് പറയുന്നത് എന്താണ്? അസറ്റ് അസറ്റ് അല്ലെ? എന്ത് അസറ്റ്? ഫിക്സഡ് അസറ്റ് അല്ലെ? ഓക്കെ, അപ്പൊ 2 അക്കൗണ്ട് വരും. ഒന്ന് ഫർണിച്ചർ, ബിസിനസ്സിലേക്ക് വരുന്നതാണ് എന്ത്? ഫർണിച്ചർ. എന്ത് കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്? ക്യാഷ് കൊടുത്തിട്ട്. ക്യാഷും എന്താണ്? അസറ്റ് ആണ്. എന്ത് അസറ്റ്? കറന്റ് അസറ്റ്. അപ്പൊ നമുക്കിപ്പോ ഒരു ട്രാൻസാക്ഷൻ കിട്ടി. എന്താണ് ട്രാൻസാക്ഷൻ? രാഹുൽ ബോട്ട് ഫർണിച്ചർ അല്ലേ? ഇപ്പൊ രാഹുല് ഫർണിച്ചർ വാങ്ങിച്ചു. അപ്പോ 2 അക്കൗണ്ട് ആണ് വരുന്നത്. ഒന്ന് ഫർണിച്ചർ. എന്താണ് ബിസിനസ്സിലേക്ക് വരുന്നത് നോക്കാം, എന്താണ് പോകുന്നത്. ഓക്കെ, ഇവിടെ ഫർണിച്ചർ വരുന്നുണ്ട്, ക്യാഷ് പോകുന്നുണ്ട്. രണ്ടും എന്താണ്? അസറ്റ്സ് ആണ് അല്ലെ? അപ്പോ ഇവിടെ ഫർണിച്ചർ ബിസിനസ്സിലേക്ക് വരാണ് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ? ബിസിനസ്സിലേക്ക് വരുന്നു, ബിസിനസ്സിലേക്ക് ഫർണിച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ഫർണിച്ചറിന് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ റൂള് നോക്കാം. ഇൻക്രീസ് ചെയ്യുമ്പോ ഡെബിറ്റ്. എന്താണ് ബിസിനസ് പോകുന്നത്? ക്യാഷ്. ക്യാഷ് കൊടുത്തിട്ടല്ലേ ഫർണിച്ചർ വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിന് ക്യാഷ് കുറയാണ് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഡിക്രീസ് ചെയ്യുമ്പോൾ അസറ്റിന്റെ റൂള് ക്രെഡിറ്റ്. അപ്പൊ നമുക്ക് ജേണൽ എൻട്രി കിട്ടി അല്ലെ? ഫസ്റ്റ് നമ്മൾ ബിസിനസ്സിലേക്ക് ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിയുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്നതാണ് എന്ത്? ജേണൽ എൻട്രി എഴുതാന്നുള്ളത്. ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഫസ്റ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ്. ഓക്കെ, അപ്പോ ജേണല് ഫസ്റ്റ് നമുക്ക് ട്രാൻസാക്ഷൻ കിട്ടുന്ന സമയത്ത് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ജേണൽ എൻട്രി എഴുതാൻ വേണ്ടിയിട്ടാണ്. തെറ്റാതെ ജേണൽ എൻട്രി എഴുതാം. ആദ്യം ട്രാൻസാക്ഷൻ കിട്ടുമ്പോൾ 2 അക്കൗണ്ട് വരും. എന്തായാലും അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം, എന്നിട്ട് എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതാന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോ ഇവിടെ ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ അസറ്റ്സിന്റെ റൂള് നോക്കുക. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് വരാം. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അതുപോലാണ് വരാം. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഓക്കെ, ഇങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ലാബിലിറ്റീസ്. രാഹുല് SBI ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ഓക്കെ, ഒരു 1 lakh ലോൺ എടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ ബിസിനസ്സിലേക്ക് എന്ത് വരുന്നുണ്ട്? ക്യാഷ് വരുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ ഒരു ബാധ്യതയും കൂടെ വന്നു. എന്താണ്? ബാങ്ക് ലോൺ അല്ലേ? ബാങ്ക് ലോൺ. അപ്പൊ ഇവിടെ ലാബിലിറ്റീസിന്റെ റൂള് നോക്കാം. ഡിക്രീസ് ചെയ്യുമ്പോ ഡെബിറ്റ്, ഇൻക്രീസ് ചെയ്യുമ്പോ ക്രെഡിറ്റ് അല്ലെ? ഇവിടെ ലാബിലിറ്റീസ് എന്താണ്? ബാങ്ക് ലോൺ. ബാങ്ക് ലോണ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. അതുകൊണ്ട് നമ്മൾ ബാങ്ക് ലോണിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാം. ഇനി ഡെബിറ്റ് ചെയ്യുന്നത് എന്താണ്? ക്യാഷ് അല്ലേ വരുന്നത് ബിസിനസ്സിലേക്ക്? ക്യാഷ് അല്ലേ? ക്യാഷ് എന്താണ്? അസറ്റ് ആണ് അല്ലെ? അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോ ഡെബിറ്റ്. ഞാൻ അയച്ച റൂള് നോക്കാം. അപ്പോ ഇവിടെ ജേണൽ എൻട്രി വരാം. ലോൺ എടുക്കുന്ന സമയത്ത് എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ലോൺ. ബാങ്ക് ലോൺ. ഇനി നെക്സ്റ്റ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. രാഹുല് ബിസിനസ്സിലേക്ക് ഒരു 50 lakh ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോ ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവരുന്നത് ക്യാപിറ്റൽ. ഇവിടെ ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ ക്യാപിറ്റലും വന്നു. അപ്പോ ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യും. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്യുന്നത് ഇവിടെ? ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ റൂള് നോക്കാം. എന്താണ് റൂള്? ക്രെഡിറ്റ് അല്ലെ? റൂള് കാണുന്നില്ല ഇവിടെ? ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്, ഡിക്രീസ് ചെയ്യുമ്പോഴാണ് ഡെബിറ്റ്. അപ്പൊ ക്യാപിറ്റൽ വരുന്ന സമയത്ത് ഇവിടെ ക്യാപിറ്റലിന് ക്രെഡിറ്റ് ചെയ്യാം. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. അങ്ങനെയാണ് ജേണൽ എൻട്രി വരാം. ഇനി ഇൻകത്തിന് ഒരു എക്സാമ്പിൾ പറഞ്ഞാട്ടെ. സാധനങ്ങള് യെസ് സെയിൽ ചെയ്ത്, ക്യാഷ് സെയിൽ. എങ്ങനെ ജേണൽ എൻട്രി വരാം? ആ റൂള് നോക്കിയിട്ട് പറയാൻ കഴിയുന്നുണ്ടോ നോക്ക്. അതില് നമ്മള്
പൈസ നമുക്ക് കിട്ടുന്നു, ഉം. ക്യാഷ് കിട്ടുന്നു. യെസ്, ക്യാഷ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെൽ. യെസ്, സെയിൽസ് നടന്നു അല്ലെ? സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഉം. സെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻകം അല്ലേ? അതെ. അവിടെ റൂള് നോക്കാം. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് റൂള്? ക്രെഡിറ്റ്. 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 ഓക്കെ. ക്യാഷ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റൂള് ക്രെഡിറ്റ്. ക്യാഷ് ഒരു അസറ്റ് ആണ്. ക്യാഷ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റൂള് ഡെബിറ്റ്. ഡെബിറ്റ്. ജേണൽ അപ്പോൾ എൻട്രി വരെ എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു യെസ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽ. സെയിലിന്റെ സെയിൽസ്. സെയിൽസ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ഇതാണ് ജേണൽ എൻട്രി വരാം. ഇനി നെക്സ്റ്റ് എക്സ്പെൻസ് അല്ലെ? ഒരു എക്സ്പെൻസിന് എക്സാമ്പിൾ പറ. പർച്ചേസ്. പർച്ചേസ്. പർച്ചേസ് ഉണ്ട്, സാലറി പെയ്ഡ് ഉണ്ട്, വേജസ് പെയ്ഡ് ഉണ്ട്, റെന്റ് പെയ്ഡ്, കമ്മീഷൻ പെയ്ഡ്, ഇതൊക്കെ എക്സ്പെൻസ് ആണ്. നമ്മൾക്കിപ്പോ പർച്ചേസ് ഒരു എക്സ്പെൻസ് ആയിട്ട് എടുക്കാം. സാധനങ്ങള് വിൽക്കാണ്, സോറി പർച്ചേസ് ചെയ്യാണ്, വാങ്ങാണ് അല്ലെ? നമ്മള് ക്യാഷ് പർച്ചേസ് ആണ്. ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഇവിടെ എന്താണ് പോകുന്നത്? ബിസിനസ്സിന് ക്യാഷ് പോകും. ക്യാഷ് പോകുന്നുണ്ട്. ക്യാഷ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ പർച്ചേസ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് വരാണ് ചെയ്യുന്നത് അല്ലെ? പർച്ചേസ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് കൂടി ക്യാഷ് പോയി. അപ്പോൾ രണ്ട് അക്കൗണ്ട് ടൈപ്പിന്റെ റൂൾ നോക്കണം. ഏതൊക്കെ? അസറ്റിന്റെയും എക്സ്പെൻസിന്റെയും. എക്സ്പെൻസിന്റെ നോക്കണം. യെസ്, ഇവിടെ പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു. പർച്ചേസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പർച്ചേസിന് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഒരു അസറ്റ് ആണ്. ക്യാഷ് ഇവിടെ കുറയാണ് ചെയ്യുന്നത്. ക്യാഷ് ഡിക്രീസ് ചെയ്യുമ്പോൾ റൂള് ക്രെഡിറ്റ്. ക്രെഡിറ്റ്. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. യെസ്, ക്യാഷ് അക്കൗണ്ട്. ഇങ്ങനെയാണ് വരാം. അപ്പൊ നമ്മൾ ഏത് ട്രാൻസാക്ഷൻ കിട്ടുന്ന സമയത്ത് ഈ റൂള് നോക്കിയിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ജേണൽ എൻട്രി എഴുതാൻ പറ്റും. ഓക്കെ, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഓരോന്ന് എക്സാമ്പിൾ ജസ്റ്റ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ ഒന്ന് പറയാൻ പറ്റുമോ? ഫസ്റ്റ് തൊട്ടിട്ട് ജസ്റ്റ് ഒന്ന്. റൂൾസാ? ഇതൊന്ന് അസറ്റും ലാബിലിറ്റി ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ. സെക്കൻഡ്. അതായത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട് അസറ്റ്സ്, ലാബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ അസറ്റ്സിന്റെ കാറ്റഗറിയിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, ലാബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, ക്യാപിറ്റൽ നമുക്കറിയാം, ഇൻകംസ് എന്തൊക്കെയാണെന്നുള്ളത്, അതുപോലെ തന്നെ എക്സ്പെൻസ് എന്തൊക്കെയാണ്, ഇതിന്റെ ഒക്കെ കാറ്റഗറിയിൽ വരുന്നത് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇപ്പൊ അസറ്റ്സിന്റെ കാറ്റഗറി നമുക്കറിയാം, ഫിക്സഡ് അസറ്റ്സ് വരും, ഫർണിച്ചർ, ലാൻഡ്, ബിൽഡിംഗ്, അതുപോലെ തന്നെ കറന്റ് അസറ്റ്, ബാങ്ക് അക്കൗണ്ട്, പിന്നെ ബാങ്ക് ബാലൻസ്, ക്യാഷ് ബാലൻസ്, ഇതൊക്കെ കറന്റ് അസറ്റ് ആണ്. ഇനി ലാബിലിറ്റി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബാങ്ക് ലോണ്, പിന്നെ അത് ലോങ് ടേം ലോൺ ആയിരിക്കാം, ഷോർട്ട് ടേം ലോൺ ആയിരിക്കാം, പിന്നെന്താണ് ഡിബഞ്ചേഴ്സ്, ഇതൊക്കെ ലാബിലിറ്റീസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ക്യാപിറ്റൽ നമുക്കറിയാം ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ. അതുപോലെ തന്നെ ഇൻകത്തിൽ വരുന്നത് ബിസിനസ്സിലേക്ക് എന്തൊക്കെ ഇൻകം വരാം? സെയിൽസ്, സാധനങ്ങൾ വിൽക്കുന്നത്, അതൊരു ഇൻകാണ്, മെയിൻ ഇൻകാണ്. അതുപോലെ തന്നെ കമ്മീഷൻ റിസീവ്ഡ്, ബിസിനസ്സിലേക്ക് കിട്ടുന്നൊക്കെ. ഓക്കെ, കമ്മീഷൻ റിസീവ്ഡ്, റെന്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇതൊക്കെ ഇൻകാണ്. എക്സ്പെൻസ് മനസ്സിലാക്കി വെക്കുക, ബിസിനസ്സിൽ നിന്ന് പോകുന്നത് ചെലവ്, ബിസിനസ്സിന്റെ ചെലവുകൾ. അതിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് പർച്ചേസ്, റെന്റ് പെയ്ഡ്, സാലറി പെയ്ഡ്, വേജസ് പെയ്ഡ്, കമ്മീഷൻ പെയ്ഡ്, ഇതൊക്കെ എക്സ്പെൻസിന്റെ കാറ്റഗറിയിൽ വരും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാം, ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കി വെക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഇനി ഇത് വരുന്ന സമയത്ത്, ബിസിനസ്സിലേക്ക് ഓരോന്നും വരുന്ന സമയത്ത് ഇതിനെ നമ്മൾ വരുന്ന സമയത്ത് അതായത് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ നോക്കാം. ബിസിനസ്സിലേക്ക് വരാണോ, ബിസിനസ്സിൽ നിന്ന് പോവാണോ, അല്ലെങ്കിൽ ബിസിനസ്സിൽ കൂടാണോ, ബിസിനസ്സിൽ നിന്ന് കുറയാണോ നോക്കാം. അങ്ങനെ വരുന്ന സമയത്ത് ഇതിന് കൊടുക്കേണ്ട റൂളാണ് ഇപ്പൊ പറഞ്ഞത്. ഡെബിറ്റ് കൊടുക്കണോ, ക്രെഡിറ്റ് കൊടുക്കണോ? ഓക്കെ, അതായത് നമ്മൾ ജേണൽ എൻട്രി, നമ്മൾ ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബിസിനസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണം. അങ്ങനെയാണ് അക്കൗണ്ട്സ് ചെയ്യുക. അക്കൗണ്ട്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ട്രാൻസാക്ഷൻ കിട്ടുന്ന സമയത്ത് നമ്മൾ അത് ജേണൽ ആയിട്ട് റെക്കോർഡ് ചെയ്യണം. ആ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ട്രാൻസാക്ഷൻ കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ റൂള് പ്രകാരം ഇങ്ങനെ ജേണൽ എൻട്രി എഴുതാൻ പഠിക്കണം. ഓക്കെ, അതാണ് ഇപ്പൊ പറഞ്ഞത്. അതിൽ അസറ്റ് ബിസിനസ്സിലേക്ക് വരുമ്പോ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഏതാണ് റൂള് കൊടുക്കേണ്ടത്?
ഡെബിറ്റ് കൊടുക്കണോ അതിന് ക്രെഡിറ്റ് കൊടുക്കണോ? ഈ ഡെബിറ്റ് കൊടുക്കുന്നതാണ് നമ്മൾ മുകളിലായിട്ട് എഴുതുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഈ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ മുകളിൽ എഴുതും, അതാണ് ഡെബിറ്റ്. താഴെ എഴുതുന്നത് ടു ക്യാഷ് അക്കൗണ്ട്, അതാണ് ക്രെഡിറ്റ്. ഇനി നമ്മൾ ഇത് വരച്ചിട്ട് എഴുതുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ് ഡെബിറ്റ്, ക്രെഡിറ്റ് റൈറ്റ് സൈഡിൽ വരുന്നതാണ് ക്രെഡിറ്റ്. ഇപ്പൊ പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും, പക്ഷെ നമ്മളത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും. ഈ റൂള് പറയുന്ന സമയത്ത് എല്ലാവർക്കും ഫസ്റ്റ് കൺഫ്യൂഷൻ ഉണ്ടാവും, പിന്നെ അത് ചെയ്തു വരുന്ന സമയത്ത് ഈസി ആയിട്ട് പോകും കേട്ടോ. ജസ്റ്റ് ഞാൻ അയച്ച റൂള് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കുക. അസെറ്റ്സ് വരുന്ന സമയത്ത് ബിസിനസ്സിലേക്ക് ഒരു അസെറ്റ് വരുമ്പോൾ, ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. ബിസിനസ്സിൽ നിന്ന് പോകുന്നത് ക്യാഷ് ആണ്, വരുന്നത് ഒരു ഫർണിച്ചർ ആണ്. ഇപ്പൊ ബിസിനസ്സിൽ ഇൻക്രീസ് ചെയ്യുന്ന രണ്ടും അസെറ്റ് ആണ്. ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതിനെ എന്ത് ചെയ്യും? ഫർണിച്ചറിന് എന്ത് ചെയ്യും? ക്യാഷിന് എന്ത് ചെയ്യും? അത് നോക്കുക. ഇനി ലാബിലിറ്റീസ്, ഒരു ബാങ്ക് ലോൺ വന്നു. ബാങ്ക് ലോൺ വരുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ബിസിനസിന്റെ ബാധ്യത കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാഷ് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. ഈ അസറ്റ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ, ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ റൂള് നോക്കാം. അതുപോലെ തന്നെ ലാബിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ റൂൾ എന്താന്ന് നോക്കാം. ഇനി ഓണർ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിലേക്ക് ഓണർ ഫസ്റ്റ് ഇനീഷ്യലി അല്ലെങ്കിൽ റൺ ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് പറയുന്നതാണ് ക്യാപിറ്റൽ. അത് ബിസിനസ്സിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് റൂള്, ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താണ് റൂള്, അത് ഞാൻ അയച്ചിട്ടുണ്ട്. അത് നോക്കി പഠിക്കാം, എന്നിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് ജേർണൽ എൻട്രി ഇനി അങ്ങോട്ട് എഴുതാം. അതുപോലെ തന്നെ ഇൻകം എക്സ്പെൻസ്, ബിസിനസ്സിലേക്ക് ഒരു ഇൻകം വരുന്ന സമയത്ത്, സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് ബിസിനസ്സിന് ഇൻകം കിട്ടും അല്ലെ? ക്യാഷ് ആയിട്ട് ഇൻകം വരും. അപ്പോൾ സെയിൽസ് ഒരു ഇൻകം ആണ്. സെയിൽസ് നടക്കുന്ന സമയത്ത് ഇവിടെ സെയിൽസ് എന്ന് പറയുന്ന ഒരു ഇൻകം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാഷും വന്നിട്ടുണ്ട് അല്ലെ? അപ്പം രണ്ട് അക്കൗണ്ട്, ഇൻകം വരുന്നുണ്ട്, അസറ്റ് വരുന്നുണ്ട്. അസറ്റ് ആണ് ക്യാഷ് കേട്ടാ. അപ്പം ഇവിടെ ക്യാഷ് കൂടുന്ന സമയത്ത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? അതുപോലെ തന്നെ ഇൻകം, സെയിൽസ് എന്ന് പറയുന്ന ഇൻകം ആണ്. സെയിൽസ് കൂടുന്ന സമയത്ത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ ചെയ്യേണ്ടത് നോക്കാം. അതുപോലെ തന്നെ എക്സ്പെൻസും, ബിസിനസ്സിൽ ഒരു എക്സ്പെൻസ് നടക്കുന്ന സമയത്ത് ബിസിനസ്സിലേക്ക് ഏതാണ് എക്സ്പെൻസ് ഏതാണോ അതിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ റൂള് നോക്കാം. എന്നിട്ട് ഇൻക്രീസ് ആണോ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ ചെയ്യേണ്ടത് നോക്കാം. അതുപോലെ തന്നെ ക്യാഷ് പോകുന്നുണ്ട് എക്സ്പെൻസ് വരുമ്പോൾ, ഇപ്പൊ ക്യാഷ് കുറയുന്ന സമയത്ത് എന്താണ് റൂള്, അങ്ങനെ നോക്കിയിട്ട് വേണം എഴുതാൻ. ക്ലിയർ ആയോ? Yes, ma'am. റൂൾസ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആവില്ല, അത്ര രണ്ടങ്ങ് മനസ്സിലാവില്ല. ഇനി നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് ജേർണൽ എൻട്രി എഴുതുമ്പോൾ മാത്രമേ ക്ലിയർ ആവും. ഇപ്പൊ നോക്കണ്ട, ഇപ്പൊ മനസ്സിലായിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് ട്രാൻസാക്ഷൻ വന്ന് നമ്മൾ തന്നെ സ്വയം എഴുതി പഠിക്കുന്ന സമയത്ത് ഈ റൂളൊക്കെ നമ്മൾ സിമ്പിളായിട്ട് അങ്ങ് പഠിച്ചു പോകും. ഓക്കെ, പിന്നെ ട്രാൻസാക്ഷൻ കിട്ടുന്ന സമയത്ത് ജേർണൽ എൻട്രി ഒക്കെ നിങ്ങൾ സിമ്പിളായിട്ട് എഴുതും, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് എഴുതിയില്ലേ, റൂൾ എഴുതിയില്ലേ? എഴുതിയോ? ഒരു ഹെഡിങ് കൊടുക്കാം. ജേണൽ, ഹെഡിങ് കൊടുക്കുക ജേണൽ. മൈക്ക് ഓഫ്, മൈക്ക് ഓൺ ചെയ്ത് വെക്കണേ. എല്ലാരും മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല. ജേണലിന്റെ മീനിങ് ഏതാ? A journal is the a journal is the book of original entry. A journal is the book of original entry.
A journal is the book of original entry where all financial transactions are recorded for the first time. Where all financial transactions are recorded for the first time. ഒന്നുകൂടെ പറയാമോ? കേട്ടില്ല. A journal. All financial transactions are recorded for the first time in chronological order. A journal is the book of original entry where all financial transactions are recorded for the first time in chronological order. Every transaction is recorded using every transaction is recorded using the double entry system. Every transaction is recorded using the double entry system with at least one debit and one credit. With at least one debit and one credit. നമുക്കറിയാം ഫസ്റ്റ് ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുന്നത് തന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് അല്ലെ? ഒരു സിസ്റ്റമാറ്റിക് ഓർഡർ ഉണ്ട് അതിന്. നമ്മൾ ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസും ഡെയിലി നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് എന്ത്? ജേണൽ. ഫസ്റ്റ് നമ്മൾ ട്രാൻസാക്ഷൻ കിട്ടുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ജേണൽ. അതില് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എൻട്രിക്ക് പറയുന്നതാണ് ജേണൽ എൻട്രീസ്. ഓക്കെ, അതിന് ഒരു ഡെബിറ്റും ഉണ്ടാവും, ഒരു ഡെബിറ്റ് സൈഡും ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. അതാണ് പറഞ്ഞത് ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ് നമ്മൾ ജേണൽ റെക്കോർഡ് ചെയ്യുന്നത്. Hello? നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക ലെഡ്ജർ. മീനിങ് ഏതാ? ലെഡ്ജർ ഈസ് എ ബുക്ക്. ലെഡ്ജർ ഈസ് എ ബുക്ക് Ledger is a book where journal entries are recorded. Where journal entries are recorded account wise.
it helps to find the balances of each account. It helps. It helps to find the balance of each account. ഓക്കെ, അതായത് നമ്മള് ട്രാൻസാക്ഷൻ കിട്ടി, ജേണൽ എൻട്രി എഴുതി. നമ്മള് ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞാല് പിന്നെയുള്ളത് നമ്മൾ ഓരോ അക്കൗണ്ടിന്റെയും ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓരോന്നിന്റെയും ട്രാൻസാക്ഷൻ നോക്കാം, അല്ലെങ്കിൽ ജേണൽ എൻട്രി നോക്കാം. ഓരോ അക്കൗണ്ട് ഉണ്ടാവും. ഇപ്പൊ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഉണ്ടാവും, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാവും. റെന്റ് കൊടുക്കുമ്പോൾ റെന്റ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പർച്ചേസ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് സെയിൽ ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട്, സെയിൽസ്. ഇനി ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ പാർട്ടിയുടെ നെയിം ഉണ്ടാവും. അപ്പോൾ ഓരോ ലെഡ്ജേഴ്സും നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഈ ജേണൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ് ഓരോന്നിന്റെയും ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക, ട്രയൽ ബാലൻസ് അക്കൗണ്ട്. ഇപ്പൊ ജസ്റ്റ് ഓരോന്നിന്റെയും മീനിങ്ങും എഴുതാ എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. നമുക്ക് എക്സാമ്പിൾസ് വെച്ച് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇത് എന്താണെന്നുള്ളത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ബികോം പഠിച്ചവർക്കൊക്കെ ഇതൊക്കെ അറിയണ്ടാവും ഇല്ലേ? അറിയില്ലേ? നജീബ, കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? കേൾക്കാം. ഓക്കെ, ട്രയൽ ബാലൻസ് ഹെഡിങ് കൊടുക്കാം, മീനിങ് എഴുതാം. A trial balance is a statement. A trial balance is a statement that shows the balances of all ledger accounts that shows the balances of all ledger accounts on a particular period. ledger account, Ledger accounts on a particular date. On a particular date. It is prepared to check whether the debit balance is equal to the total credit balance. It is prepared to check. It is prepared to check It is prepared to check whether the total debit balance, whether the total debit balance whether the total debit balance is equal to the total credit balance. To the total Total debit balance is equal to the total credit balance. നമ്മളൊരു ട്രാൻസാക്ഷൻ കിട്ടി, ജേണൽ എൻട്രി എഴുതി, പിന്നെ നമ്മൾ ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. പിന്നെ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് ട്രയൽ ബാലൻസ്. ഓരോ ലെഡ്ജർ ബാലൻസും നമ്മൾ ട്രയൽ ബാലൻസിൽ എഴുതും. എന്നിട്ട് അതിന്റെ ഡെബിറ്റ് ടോട്ടലി ക്രെഡിറ്റ് ടോട്ടലി ഈക്വൽ ആണോ നോക്കും. അപ്പൊ മാത്രമേ നമ്മൾ എഴുതിയ ജേണൽ എൻട്രിയും ലെഡ്ജറും ഒക്കെ കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിപ്പോ ജസ്റ്റ് മീനിങ് എഴുതാ, മനസ്സിലാക്കി വെക്കുക.
ഓരോ ട്രാൻസാക്ഷൻസ് തരും, എന്നിട്ട് ജേർണൽ എൻട്രി എഴുതി ലെഡ്ജർ അക്കൗണ്ട് വരച്ച് പഠിക്കുമ്പോൾ ഇതൊക്കെ ക്ലിയർ ആവും. ബുക്കിന്റെ മുകളിൽ നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മീനിങ് കൊടുക്കുക. ഇറ്റ്സ് എ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. It is a financial statement ഇല്ല വാങ്ങിച്ചത് അതിൽ വെക്ക്. The financial statement used to find the profit or loss of a business. Used to find the profit or loss of a business. Used to find the profit or loss of a business during a particular period. During a particular period. It records all incomes and expenses of the business. It records all incomes and expenses of the business. നമ്മൾ ജേർണൽ എൻട്രി എഴുതി ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തു, ട്രയൽ ബാലൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് മുന്നോടിയായിട്ട് ആദ്യം ജേർണൽ എഴുതണം, ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം, ട്രയൽ ബാലൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മാനുവലായിട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ഓരോന്നും ട്രാൻസാക്ഷൻ കിട്ടുമ്പോൾ ജേർണൽ എൻട്രിയും ലെഡ്ജർ, ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പോകണം. സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോന്ന് വൗച്ചറായിട്ട് എൻട്രി ചെയ്ത് കൊടുക്കുകയും വേണ്ട. ബാക്കിയൊക്കെ നമുക്ക് ടാലി ആണെങ്കിലും ബാക്കിയുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ നമുക്ക് റിപ്പോർട്ട് ഇങ്ങോട്ട് തരും. നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റും ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. Balance sheet. It is a financial statement. It is a financial statement. It's a financial statement. That shows the financial position of a business. It is a financial statement that shows the financial position of a business on a particular date. ഒരു ബിസിനസിന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇയർ എൻഡിങ്ങിലായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു വർഷത്തെ കണക്കും കാര്യങ്ങളും മൊത്തം നമ്മൾ റെക്കോർഡ് ചെയ്ത് അതിന്റെ ഓരോന്നിന്റെ ബാലൻസസ് എടുത്ത് നമ്മൾ ജേർണൽ എൻട്രി, നമ്മൾ ഓരോന്നിന്റെയും ട്രാൻസാക്ഷൻ നമ്മൾ ഡെയിലി ട്രാൻസാക്ഷൻസ് ജേർണലായിട്ടും ലെഡ്ജറായിട്ടും ഒക്കെ റെക്കോർഡ് ചെയ്യും. പിന്നെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് അതിന്റെ ബാലൻസ് ഒക്കെ എടുത്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. പിന്നെ ബാലൻസ് ഷീറ്റ്.
അങ്ങനെയാണ് നമ്മൾ ഫൈനൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് ഇയർ എൻഡിങ്ങിൽ സബ്മിറ്റ് ചെയ്തത്. It's a financial statement that shows the financial position of a business on a particular date. It shows the business assets, liabilities, and the capital. It shows the business assets, liabilities, and capital. ലാസ്റ്റത്തെ സെന്റൻസ് ഒന്നുകൂടെ വായിക്കോ? Balance sheet is a financial statement that shows the financial position of a business on a particular date. It shows the business assets. It shows the business assets, liabilities, and capital. ബാലൻസ് ഷീറ്റിൽ കാണിക്കുക ബിസിനസിന്റെ ടോട്ടൽ അസറ്റ്സ്, ഇയർ എൻഡിങ്ങിൽ ടോട്ടൽ ലാബിലിറ്റീസ് എത്ര, അസറ്റ്സ് എത്ര, ആൻഡ് ക്യാപിറ്റൽ എത്രയുണ്ട്. ഇതൊക്കെയാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. അപ്പോ ഒരു അക്കൗണ്ടന്റ് ആയിരിക്കും നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുക എന്താണ്? ട്രാൻസാക്ഷൻസ് ആണ്. ഡെയിലി നടക്കുന്ന ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ് നമ്മളടുത്തേക്ക് വരാം. അത് ബില്ലിന്റെ രൂപത്തിൽ വരാം, അല്ലെങ്കിൽ നമുക്ക് ഓണർ ഇങ്ങനെ പറയാം ഇന്നത് നടന്നിട്ടുണ്ട്, അപ്പം അതിന്റെ ബില്ല് നമുക്ക് തരും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇത് ഫസ്റ്റ് എങ്ങനെ റെക്കോർഡ് ചെയ്യാം അതാണ് പഠിക്കേണ്ടത്. ഈ ഓരോ ട്രാൻസാക്ഷൻ കിട്ടുന്ന സമയത്ത് നമ്മൾ അക്കൗണ്ട്സിൽ എങ്ങനെ ഇതൊക്കെ റെക്കോർഡ് ചെയ്യാം, എങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക, ഇതാണ് നമ്മൾ ആദ്യം മാനുവലായിട്ട് പഠിക്കേണ്ടത്. അപ്പൊ ഇത്രയും മീനിങ്സ് ഇതിനൊക്കെ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ആ റൂൾസ് ഉണ്ടല്ലോ ഞാൻ അയച്ചേ, അത് കറക്റ്റ് പഠിക്കാം. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലത്. ബിസിനസ്സിലേക്ക് വരുന്നതിന് അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇൻക്രീസ് ചെയ്യുന്നതിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ബിസിനസ്സിൽ നിന്ന് പോകുന്നത് അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് കുറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. അത് മാത്രം മനസ്സിലാക്കിയാൽ തന്നെ എല്ലാ അക്കൗണ്ട് ടൈപ്പും എങ്ങനെയാണ് വരുന്നത്, അതിന്റെ റൂൾ എങ്ങനെയാണ് എന്നുള്ളത് കറക്റ്റ് മനസ്സിലാവും. ഇത്ര എഴുതിയോ? Yes. താഴെ എഴുതാ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഹെഡിങ് കൊടുത്തിട്ട് ഞാനൊരു 10 ട്രാൻസാക്ഷൻസ് തരാം. അതിന്റെ ജേണൽ എൻട്രി എങ്ങനെ എഴുതാൻ നോക്കാം. 1 by 1 ആയിട്ട് താഴെ എഴുതാം. ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഫസ്റ്റ് വൺ, Arun started a business with cash rupees 1 lakh. Arun started business with cash rupees 1 lakh. Arun started a business with cash rupees 1 lakh. എങ്ങനെ ജേണൽ എൻട്രി വരാം? ഇവിടെ പിന്നെ ബിസിനസ്സിലേക്ക് അരുൺ ക്യാഷ് ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നതാണ് അല്ലേ? യെസ്. അപ്പൊ 2 അക്കൗണ്ട് വരുന്നുണ്ട്, ഒന്ന് ക്യാഷ് മറ്റൊന്ന് ക്യാപിറ്റൽ. അതിന് തൊട്ട് താഴെ ജേണൽ എൻട്രി എഴുതാ. ഞാന് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ആ ഒരു രീതിയിൽ തന്നെ എഴുതണം കേട്ടോ. ആ ഒരു ഫോർമാറ്റിൽ തന്നെ എഴുതാ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്.
ഇതാണ് ജേണൽ എൻട്രി. ഓരോ ട്രാൻസാക്ഷൻ കിട്ടുന്ന സമയത്ത് നമ്മൾ അതിന്റെ ജേണൽ എൻട്രി എഴുതാൻ പഠിക്കണം. ഈ ജേണൽ എൻട്രി എങ്ങനെ നമ്മൾ പഠിക്കാം? റൂൾസ് നോക്കിയിട്ട് ട്ടോ. അതിനാണ് ആ റൂൾസ് അയച്ചു തന്നത്. അത് നിങ്ങൾ പഠിക്കാം. ഈ റൂൾസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോ ട്രാൻസാക്ഷൻ എടുത്തു നോക്കാം. അതായത് ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നത് എക്സാമ്പിൾസ്, ഓരോ എക്സാമ്പിൾസ് നോക്കാം. അല്ലെങ്കിൽ ഓരോ ട്രാൻസാക്ഷൻസ് നിങ്ങളുടെ മൈൻഡിൽ വരുമ്പോൾ അതൊക്കെ നോട്ട് ചെയ്യാം. എന്നിട്ട് എങ്ങനെയാണ് ജേണൽ എൻട്രി വരാന്നുള്ളത് റൂൾസ് നോക്കിയിട്ട് മനസ്സിലാക്കി പഠിക്കാം. ഡൗട്ട് വരാണെങ്കിൽ ചോദിക്കാം. ഇപ്പൊ ഇവിടെ അരുൺ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഇവിടെ വരുന്നത് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റല് ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പൊ 2 അക്കൗണ്ട് ഉണ്ട്. ഒന്ന് ക്യാഷ് അക്കൗണ്ട്, മറ്റൊന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ക്യാഷ് അസറ്റ് ആണ്. ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റലിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. നെക്സ്റ്റ് ഏതാ? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് 20,000. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഇവിടെ 2 അക്കൗണ്ട് വരും. ഏതൊക്കെയാണ്? പർച്ചേസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ട്. യെസ്, പർച്ചേസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. പർച്ചേസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിന്റെ റൂൾ പഠിക്കാം. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്, സോറി ഡെബിറ്റ്. ക്യാഷ് അസറ്റ് ആണ്. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. ക്രെഡിറ്റ്. എഴുതിക്കോ, ജേണൽ എൻട്രി എഴുതിക്കോ. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ആ എമൗണ്ട് നേരെ 2 അക്കൗണ്ടിന് നേരെ എമൗണ്ട് എഴുതണം കേട്ടോ. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഇതല്ല. ഇത് ജസ്റ്റ് ജേണൽ എൻട്രി എഴുതി പഠിക്കാം. ആദ്യം കുറച്ച് ട്രാൻസാക്ഷൻസ് വരും ഞാൻ ഇതുപോലെ. അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ജേണൽ എൻട്രി എഴുതി പഠിക്കണം. നെക്സ്റ്റ് ഏതാ? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് 30,000. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് 30,000. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് 30,000. ഇവിടെ സെയിൽസ് എന്താണ്? ഏതൊക്കെ അക്കൗണ്ട്സ് വരാം? സെയിൽസ്, സെയിൽസ്, ക്യാഷ്. ക്യാഷ്. 2 അക്കൗണ്ട് ആണ് വരാം. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് സെയിൽസ്. യെസ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? റൂൾ പ്രകാരമാണ് വന്നത്. ക്യാഷ് എന്ന് പറയുന്നത് കറന്റ് അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്തു. സെയിൽസ് എന്ന് പറയുന്നത് ഇൻകം ആണ്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഏതാ? റെന്റ് പെയ്ഡ് റുപ്പീസ് 5,000. റെന്റ് പെയ്ഡ് റുപ്പീസ് 5,000. റെന്റ് പെയ്ഡ് റുപ്പീസ് 5,000. ആർക്കെങ്കിലും പോവാൻ തിരക്കണ്ടേ പറയണോ കേട്ടോ. റെന്റ് പെയ്ഡ് റുപ്പീസ് 5,000. എങ്ങനെയാണ് ജേണൽ എൻട്രി വരാൻ? ഏതൊക്കെ അക്കൗണ്ട്സ് വരാം? എക്സ്പെൻസും വരും, എക്സ്പെൻസും വരും, അസറ്റും വരും. അസറ്റും വരും. യെസ്, എക്സ്പെൻസ് ഏതാണ്? റെന്റ് ആണ് എക്സ്പെൻസ് വരുന്നത്. യെസ്, റെന്റ് പെയ്ഡ് ആണ് എക്സ്പെൻസ്. അസറ്റ് വരുന്നത് ക്യാഷ്. ക്യാഷ്. യെസ്, അപ്പോ റെന്റ് പെയ്ഡ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഏതാണ്? ഡെബിറ്റ് ആവും. ഡെബിറ്റ്. ക്യാഷ് ഇവിടെ ഡിക്രീസ് ചെയ്യാണ് ഇന്ന് അല്ലേ? അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യും. ക്രെഡിറ്റ്. യെസ്, എഴുതിക്കോ. റെന്റ് പെയ്ഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഈ ജേണൽ എൻട്രി ഒക്കെ എങ്ങനെ വരുന്നെന്നുള്ളത് ഇപ്പൊ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ
ക്ലാസ് കഴിഞ്ഞാലും ആ റൂൾസ് നോക്കുക, എന്നിട്ട് മനസ്സിലാക്കിയിട്ട് വെക്കുക. നെക്സ്റ്റ് കമ്മീഷൻ റിസീവ്ഡ്. കമ്മീഷൻ റിസീവ്ഡ് ₹3,000. ഓരോ അക്കൗണ്ടിന് നേരെ എമൗണ്ട് എഴുതണം കേട്ടോ. ഇപ്പൊ ക്യാഷ് അക്കൗണ്ട് ടു കമ്മീഷൻ റിസീവ്ഡ് എന്നാണെങ്കിൽ ക്യാഷ് അക്കൗണ്ടിന്റെ നേരെ 3,000 എഴുതാം, കമ്മീഷൻ റിസീവ്ഡിന്റെ നേരെ 3,000 എഴുതാം. അങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുക. കമ്മീഷൻ റിസീവ്ഡ് ഏതൊക്കെ അക്കൗണ്ടാ വരാ? അസറ്റ് വരും, ഇൻകം വരും. യെസ്, അസറ്റ് ഇങ്ക് ആണ് വരുന്നത്. അസറ്റ് ഏതാണ്, ഇങ്ക് ഏതാണ്? ക്യാഷ് അസറ്റ് ആയിരിക്കും, യെസ്, ഇൻകം കമ്മീഷൻ ആയിരിക്കും. ഇൻകം കമ്മീഷൻ. യെസ്, ഇവിടെ ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ, അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻക്രീസ് ചെയ്യുമ്പോൾ അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യാം. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ റൂൾ എന്താ? ക്രെഡിറ്റ്. ക്രെഡിറ്റ്. ഇപ്പോ ജേണൽ എൻട്രി പറഞ്ഞോ. ക്യാഷ് Cash account debited 3,000 to commission account. Yes. closed. ഫാത്തിമ, ഷക്കീർ, ആയിഷ, നസ്മിൻ ഇവരൊന്നും മൈക്ക് ഓൺ ചെയ്തിട്ടില്ല, ഒന്നും പറയുന്നില്ല. നാഫിയ. ഐഷ നസ്മിന് ബസ്സിലാണ് കേട്ടോ. ഞാന് പറയണ കേൾക്കണേ ഉള്ളൂ. ഞാനിത് ഓക്കെ റെക്കോർഡഡ് വീഡിയോ കണ്ടിട്ട് ഒന്നും കൂടി നോട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഞാനിവിടെ ഇവിടെ സൗണ്ട് ഉണ്ടാവണ്ട വെച്ചിട്ട് മ്യൂട്ട് ആക്കുന്ന. ഓക്കെ. വീട്ടിലെല്ലാരും ഉള്ള ടൈം അതാ. ഇഷ്ടപ്പാടായിരിക്കും അല്ലേ? ലഞ്ച് ടൈം കുട്ടികളുണ്ടോ? അതാണ്. ഓക്കെ. വലിയ കുട്ടികളാണ്, പക്ഷെ ലഞ്ച് ടൈം ആയതുകൊണ്ട് അതാ മ്യൂട്ട് ആക്കുന്നത്. ഇപ്പൊ നമ്മൾ എത്ര എഴുതി ട്രാൻസാക്ഷൻസ്? 5. 5. ഓക്കെ. നെക്സ്റ്റ് പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് ₹25,000. Purchased furniture for cash ₹25,000. ഇവിടെ ഏതൊക്കെ അക്കൗണ്ട് വരാം? അസറ്റും വരും, ഇൻകം വരും. ഏതാണ് ഇൻകം? സെയിൽസ്, ക്യാഷ് അസറ്റ്, സെയിൽസ്, ഇൻകം. ഇവിടെ സെയിൽ അല്ലല്ലോ, ഞാൻ പറഞ്ഞ പർച്ചേസ്ഡ് ഫർണിച്ചർ അല്ലേ? ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇവിടെ അക്കൗണ്ട് അല്ലേ? ഇവിടെ നോക്കാം. ഇവിടെ നമ്മള് ഫിക്സഡ് അസറ്റ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പർച്ചേസ് എന്നുള്ള ടേം യൂസ് ചെയ്യില്ല കേട്ടോ. നമ്മൾ പർച്ചേസ് അക്കൗണ്ട് വരാം ഓൺലി ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ പർച്ചേസ് എന്നുള്ള ടേം വരൂ കേട്ടോ. ഇവിടെ നമ്മൾ ഫിക്സഡ് അസറ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നത്, അപ്പോൾ ഫിക്സഡ് അസറ്റ് വരും. അതുപോലെ തന്നെ ക്യാഷ്. ബിസിനസ്സിലേക്ക് വരുന്നത് ഫിക്സഡ് അസറ്റ് ആയ ഫർണിച്ചർ, ബിസിനസ്സിന് പോകുന്നത് കറന്റ് അസറ്റ് ആയ ക്യാഷ്. ഇപ്പൊ രണ്ടും അസറ്റ് തന്നെയാണ്. അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്ന അസറ്റ് ഏതാണ്? ഫർണിച്ചർ. ഫർണിച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഫർണിച്ചറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്, ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാം. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. നെക്സ്റ്റ് ഏതാ? ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. Cash deposited into bank ₹20,000. ബാങ്ക് അക്കൗണ്ട് അപ് ടു ക്യാഷ്. Yes. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. ഇവിടെ ബാങ്ക് എന്താണ്? ഇൻക്രീസ് ചെയ്യും. ക്യാഷ് ബാങ്ക് എന്താണ്? ബിസിനസ് പോകും. അസറ്റ് ആണോ? അസറ്റ്. അതെ അതെ, അസറ്റ്. യെസ്, ബാങ്ക് എന്ന് പറയുന്നത് ഒരു കറന്റ് അസറ്റ് ആണ്. ഓക്കെ, ബാങ്ക് ബാലൻസ് കറന്റ് അസറ്റ്. അതുകൊണ്ട് ബാങ്ക് ബാലൻസ് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ബാങ്കിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നത്
ക്യാഷ് എന്ന് പറയുന്ന കറന്റ് അസറ്റ് ആണ്. അതുകൊണ്ട് ക്യാഷിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇനി നെക്സ്റ്റ് വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ₹5,000. വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ₹5,000. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. യെസ്, എങ്ങനെയാണ് വരാ? നമ്മള് ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിലേക്ക് ക്യാഷ് വരാണ് ചെയ്യുന്നത് അല്ലെ? ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബാങ്ക് ബാലൻസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസ് ചെയ്യുന്ന അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു, ഡിക്രീസ് ചെയ്യുന്ന അസറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. amount 5,000. എത്ര ട്രാൻസാക്ഷൻ ആയി? 8. ഓക്കെ. നെക്സ്റ്റ് ഏതാ? ബോട്ട് മെഷീനറി ഫ്രം ABC ട്രേഡേഴ്സ്. ബോട്ട് മെഷീനറി ഫ്രം ABC ട്രേഡേഴ്സ്. ബോട്ട് BOUGHT ബൈ ബോട്ട്. ബോട്ട് മെഷീനറി ഫ്രം ABC ട്രേഡേഴ്സ്. ABC traders on credit rupees 50,000. Bought machinery from ABC traders on credit ₹50,000. ഇവിടെ പറയുന്ന മെഷീനറി അക്കൗണ്ട് ടു അസറ്റ് അക്കൗണ്ട് ടു ലയബിലിറ്റി. യെസ്, ഇവിടെ അസറ്റും ഉണ്ട് ലാബിലിറ്റി ഉണ്ട് അല്ലേ? ലാബിലിറ്റി ആണ് ആര്? നമ്മളെ ABC ട്രേഡേഴ്സ് നമ്മുടെ ലാബിലിറ്റി ആണ്. ഇപ്പൊ ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അസറ്റും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യും, ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ലാബിലിറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ABC ട്രേഡേഴ്സ് വരുന്നത്. ABC traders. യെസ്, എഴുതിക്കോ. എമൗണ്ട് എഴുതാ 50,000. രണ്ട് അക്കൗണ്ടിന് നേരെ എമൗണ്ട് എഴുതാ 50,000. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ABC ട്രേഡേഴ്സ്. നെക്സ്റ്റ് ഏതാ? സോൾഡ് ഗുഡ്സ് ടു നികേഷ്. സോൾഡ് ഗുഡ്സ് ടു നികേഷ്. അതും കൂടെ എഴുതിയിട്ട് നിർത്താട്ടോ. സോൾഡ് ഗുഡ്സ് ടു നികേഷ്. നികേഷ് ഓൺ ക്രെഡിറ്റ്. സോൾഡ് ഗുഡ്സ് ടു നികേഷ് ഓൺ ക്രെഡിറ്റ്. നികേഷിന് നമ്മൾ സാധനങ്ങൾ കടത്തിന് വിറ്റു. സോൾഡ് ഗുഡ്സ് ടു നികേഷ് ₹15,000. യെസ്, നികേഷ് അക്കൗണ്ട് ഡെറ്റർ ടു നികേഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ല, ക്രെഡിറ്റ് അല്ലേ? ക്രെഡിറ്റ് നമുക്ക് ക്യാഷ് കിട്ടിയിട്ടില്ല. സെയിലാണോ? സെയിൽസ് ആണ് നടന്നത്, പക്ഷെ എന്ത് കിട്ടിയിട്ടില്ല? ക്യാഷ് കിട്ടിയിട്ടില്ല. അല്ലേ? ഡെപ്റ്റേഴ്സ് ആണ് കൂടിയത് അല്ലെ? ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ആണ്. അപ്പൊ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യുക. ഇവിടെ അസറ്റ് നമ്മൾ ആരാണ്? നികേഷ് ആണ് നമ്മുടെ അസറ്റ്. അക്കൗണ്ട്സ് റിസീവബിൾ അല്ലെങ്കിൽ സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയും. ഡെപ്റ്റേഴ്സ് അസറ്റ് ആണ്. അപ്പോൾ നികേഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ക്യാഷ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നികേഷിനെ ഡെബിറ്റ് ചെയ്യുക, സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യുക. 10 ഒന്നുകൂടെ പറയട്ടെ.
Purchased goods from Anand. Purchased goods from Anand. Rupees 30,000. Purchased goods from Anand, rupees 30,000. On credit എഴുതിക്കോ. On credit കടത്തിനാണ്. Purchased goods from Anand on credit, rupees 30,000. ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പർച്ചേസ് എന്ന് പറയുന്ന അക്കൗണ്ട് വരും. ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അസറ്റിന്റെ പേരാണ് കേട്ടോ വരാം. ഇപ്പൊ ഇവിടെ നമ്മൾ ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോ പർച്ചേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാഷ് കൊടുത്തോ? ഇല്ല. കേട്ടോ, ക്രെഡിറ്റ് പർച്ചേസ് ആണ്. എന്താ ജേണൽ എൻട്രി വരാ? Purchase account 30,000 to Anand account. യെസ്, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ആനന്ദ് അക്കൗണ്ട്. പർച്ചേസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റൂള് ഡെബിറ്റ്. ആനന്ദ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുള്ളതാണ് അല്ലെ, നമ്മളെ ക്രെഡിറ്റർ ആണ്. ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ ലാബിലിറ്റി ആണ് അല്ലെ. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ലാബിലിറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ആനന്ദ് എന്ന് വരും. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നിങ്ങൾ ക്ലാസ് കഴിഞ്ഞാല് ഈ ഓരോന്നും റൂൾ പ്രകാരം മനസ്സിലാവാത്തവർ ഒന്നും കൂടെ റൂള് നോക്കുക. ഓരോന്നും ട്രാൻസാക്ഷൻ വരുന്ന സമയത്ത് ഓരോ ഏതൊക്കെ അക്കൗണ്ട് വരുന്നുണ്ട്, എങ്ങനെയാണ് റൂള് വരുന്നത് ഒക്കെ മനസ്സിലാക്കിയിട്ട് ആ റൂൾ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്ന നാളെ മുതൽ നമുക്ക് കുറച്ചധികം ട്രാൻസാക്ഷൻസ് ഞാൻ തരും. അപ്പം ജേണൽ എൻട്രി എഴുതി പഠിക്കുക. ജേണൽ എൻട്രി എഴുതി ഒന്ന് ലെവലായി കഴിഞ്ഞാൽ പിന്നെ ലെഡ്ജർ അക്കൗണ്ട്, ട്രയൽ ബാലൻസ് അക്കൗണ്ടിലേക്ക് പോവാം. ലാസ്റ്റ് നമ്മൾ ഫൈനൽ റിപ്പോർട്ട്സ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പഠിക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ പ്രാക്ടിക്കലിലോട്ട് പോവാം കേട്ടോ. ഓക്കെ അല്ലേ? ഞാൻ ഡൗട്ട് ഉണ്ടോ? ഇതിന്റെ റെക്കോർഡ് ഒന്ന് പെട്ടെന്ന് തരണേ. റെക്കോർഡ് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ മാനേജറോട് പറയാം. ഞാൻ അവിടെ പറഞ്ഞിട്ടും റെക്കോർഡ് കുറച്ച് ഡിലേ ആവുന്നുണ്ട്. നിങ്ങൾ മാനേജറെ അടുത്ത് സംസാരിക്കാം കേട്ടോ. റെക്കോർഡ് പെട്ടെന്ന് വേണമെന്നുള്ളത് കാര്യം മാനേജറെ അടുത്ത് സംസാരിച്ചാൽ മതി. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. ഓക്കെ. മാനേജർ താര മാം, ഇതില് നമ്പർ ഉണ്ട്. ആയാദിയുടെ മാനേജർ ഞാൻ വേണമെങ്കിൽ അതിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇനി എപ്പോഴാണ് ക്ലാസ്? ഇനി ട്യൂസ്ഡേ അല്ലേ? ഓക്കെ, അപ്പൊ കാണാം. Thank you. ഓക്കെ, താങ്ക് യു.